ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 4 മണി ചായയുടെ കൂടെ തയ്യാറാക്കാവുന്ന നല്ല മൊരിഞ്ഞ ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഉള്ളിവടയുടെ ആ ഒരു ടേസ്റ്റിലൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള 5 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോന്നും ഓരോ വലുപ്പത്തിലായി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ആദ്യം നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വിടർത്തിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞെരടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ആ സവാള കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് അതൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സവാള നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ അതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചതുപോലെ എടുത്തിട്ടൊന്ന് പിഴിഞ്ഞ് നോക്കിയാൽ മതി, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ചതച്ചിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് മിസ്സായി, അതും കൂടിയും ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് മൈദയാണ് ചേർക്കുന്നത്. മൈദ ചേർക്കുമ്പോഴാണ് ഉള്ളിവടയ്ക്ക് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഉള്ളിവടയുടെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഒരുപാട് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഉള്ളിവടയിൽ മൈദയേക്കാളും കൂടുതലായിട്ട് സവാളയാണ് വേണ്ടത്. മൈദയുടെ ചെറുതായിട്ടൊരു കോട്ടിങ് അത്ര മാത്രമേ പാടുള്ളൂ. അതുപോലെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ആ സവാളയിൽ തന്നെ ഉണ്ടാവും. ആ വെള്ളം നനവൊക്കെ ഒന്ന് മാറി സവാളയിലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കോട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളെടുക്കുന്ന സവാളയുടെ വലുപ്പത്തിനും അളവിനൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന മൈദയുടെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരുപാട് മൈദ ചേർക്കരുതെന്ന് പറയുന്നത്. കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ 5 സവാളയിലേക്ക് മൊത്തത്തിലിപ്പോൾ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും മൈദയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഉരുട്ടി നോക്കുമ്പോൾ ഉരുട്ടാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വെക്കുന്നിടത്തോളം അതിൽ നിന്ന് വെള്ളം വീണ്ടും ഇറങ്ങി വരും. അപ്പോൾ കയ്യിൽ ആദ്യം കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം കുറച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പുറമേയുള്ള സവാളയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് ഉള്ളിൽ കറക്റ്റായിട്ട് അങ്ങനെ കുക്കായി വരില്ല. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചാലും ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലൊരു കളറായി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണിത്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. ആ 5 സവാള വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഒരു 10 ഉള്ളിവട വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുറം ഭാഗം നന്നായി മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുപോലെ ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്